ഈ ക്ലാസ്സിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകരണത്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. സി എയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 389 അതിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്ന് 292 നാട്ടുരാജ്യങ്ങളിൽ നിന്ന് 93 ചീഫ് കമ്മീഷണർ പ്രവിശ്യകളിൽ നിന്ന് 4 പേരാണ് നമ്മൾ പറഞ്ഞു. സി എ രൂപം കൊണ്ടത് 1946 ഡിസംബർ 6 അത് ആദ്യത്തെ മീറ്റിംഗ് എന്ന് പറയുന്നത് 1946 ഡിസംബർ 9 ആദ്യ മീറ്റിംഗിലാണ് താൽക്കാലിക പ്രസിഡന്റായിട്ട് സച്ചിദാനന്ദ സിൻഹയെ തെരഞ്ഞെടുക്കുന്നത്. സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരാണ്? JB കൃപലാനിയാണ്. ആ മീറ്റിംഗില് മൊത്തം 207 പേരാണ് പങ്കെടുത്തത്. അതിൽ വനിതകൾ എത്ര പേരുണ്ടായിരുന്നു? 9. മുസ്ലിം ലീഗും അതുപോലെ നാട്ടുരാജ്യ പ്രതിനിധികളൊന്നും ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. ഡിസംബർ 11 സ്ഥിരാധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുക്കുന്നുണ്ട്. സെക്രട്ടറി ആയിട്ട് HC മുഖർജിനെ തെരഞ്ഞെടുക്കുന്നുണ്ട്. പിന്നീട് സെക്രട്ടറി ആയിട്ട് വന്ന ഒരാളാണ് VT കൃഷ്ണമാചാരി. ലീഗൽ അഡ്വൈസറായിട്ട് BN റാവുവിനെയും അതുപോലെ സെക്രട്ടറി ആയിട്ട് HVR അയ്യങ്കാറിനെയും തെരഞ്ഞെടുത്തു അല്ലെ. 1946 ഡിസംബർ 13 നെഹ്റു അവതരിപ്പിച്ചു എന്നാ പറഞ്ഞ ഒബ്ജക്ട് റെസൊല്യൂഷൻ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. അത് സി അംഗീകരിക്കുന്നത് 1947 ജനുവരി 22 ഈ ഒരു ഒബ്ജക്ട് റെസൊല്യൂഷൻ അല്ലെങ്കിൽ ലക്ഷ്യപ്രമേയാണ് നമ്മുടെ ആമുഖമായിട്ട് മാറുന്നത്. അതുകൊണ്ട് ആമുഖത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും നെഹ്റു ആണ്. അപ്പൊ ഈ ഒരു സെക്ഷൻ 1946 ഡിസംബർ 23 വരെ ഉണ്ടായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ആദ്യത്തെ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ 1947 ഓഗസ്റ്റ് 14 അപ്പൊ ഇതില് 389 അംഗങ്ങൾ ഉണ്ടായിരുന്നത് 299 ആയിട്ട് കുറയുന്നുണ്ട്. കാരണം എന്താ? പാകിസ്ഥാൻ ഫോം ചെയ്തോടി പാക് അനുഭാവികളൊക്കെ അങ്ങോട്ട് പോയി അല്ലെ. അപ്പൊ 299 292 എന്നുള്ളത് 229 ഓർക്കാനൊന്നുമില്ല, ജസ്റ്റ് 92 ഒന്ന് തിരിച്ചിട്ടാൽ മതി. അപ്പൊ 29 292 എന്നുള്ള അംഗസംഖ്യ 229 അതുപോലെ നാട്ടുരാജ്യങ്ങളിലെ 93 എന്നുള്ളത് 70 ഈ ഒരു ഇതില് 15 വനിതകൾ ഉണ്ടായിരുന്നു. മുമ്പ് എത്ര എണ്ണം ഉണ്ടായിരുന്നു? 17 വനിതകളായിരുന്നു. വിഭജനത്തിന് ശേഷം 15 വനിതകളുണ്ട്, 17 മലയാളികളുണ്ട്. അതിൽ 3 മലയാളി വനിതകളുണ്ട്. ആരൊക്കെയാ? അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രീൻ, പിന്നെ ദാക്ഷായണി വേലായുധൻ. ഇന്ത്യയിലെ പ്രീ ഡിഗ്രി ഹോൾഡർ ആയിട്ടുള്ള ആദ്യത്തെ ദളിത് വനിതയാണ് ആര്? ദാക്ഷായണി വേലായുധൻ. അതുപോലെ തന്നെ സി എയിലെ ഏക ദളിത വനിത ചോദിക്കുകയാലും ദാക്ഷായണി വേലായുധൻ തന്നെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. ഇനി അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് കൂടുതൽ അധികാരങ്ങൾ കിട്ടുന്നുണ്ട്, പൂർണ്ണ അധികാരം കിട്ടുന്നുണ്ട്. അവർക്ക് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമങ്ങൾ പാലിക്കാനോ പാലിക്കാതിരിക്കാനോ ഉള്ള അവകാശം കിട്ടുന്നുണ്ട്, അത് മാറ്റാനുള്ള അവകാശം കിട്ടുന്നുണ്ട്. 2 ചുമതലകളാണ് പ്രധാനമായിട്ടും ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ഉണ്ടായിരുന്നത്. ഭരണഘടന നിർമ്മിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ നിയമങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതും. അപ്പോൾ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഭരണഘടന നിർമ്മാണ സഭയുണ്ട്, ഒപ്പം എന്തും കൂടി വന്നിട്ട് ഒരു താൽക്കാലിക നിയമനിർമ്മാണ സഭയും രൂപീകരിക്കേണ്ടതായി വന്നു. അപ്പോൾ പെട്ടെന്ന് ഉണ്ടായത് കാരണം സി എയിലെ അംഗങ്ങളെ തന്നെയാണ് താൽക്കാലിക നിയമനിർമ്മാണ സഭയിലും ഉൾപ്പെടുത്തിയത്. സി എ ഭരണഘടന നിർമ്മാണ സഭയായിട്ട് സമ്മേളിക്കുമ്പോൾ അധ്യക്ഷനാവുക ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരിക്കും. അതേസമയം നിയമനിർമ്മാണ സഭയായിട്ട് സമ്മേളിക്കുമ്പോൾ അധ്യക്ഷനാവുക GV മാവലങ്കർ ആയിരിക്കും. സി എ തന്നെയാണ് ആ ഒരു സമയത്ത് ഭരണഘടനാ നിർമ്മാണ സഭയും അതുപോലെ തന്നെ താൽക്കാലിക നിയമനിർമ്മാണ സഭയും. സി എ ആയിട്ട് സമ്മേളിക്കുമ്പോൾ രാജേന്ദ്ര പ്രസാദും ലെജിസ്ലേറ്റീവ് അസംബ്ലി ആയിട്ട് സമ്മേളിക്കുമ്പോൾ അതായത് നിയമനിർമ്മാണ സഭയായിട്ട് സമ്മേളിക്കുമ്പോൾ GV മാവലങ്കർ ആയിരിക്കും അധ്യക്ഷനായിട്ട് വരുന്നത്. സി എയുടെ നടപടിക്രമം എന്ന് പറയുന്നത് പ്രധാനമായും 2 ആശയങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്: പൊതുയുക്തിയും രാഷ്ട്ര താല്പര്യവും. പൊതുയുക്തി എന്ന് പറഞ്ഞാൽ പബ്ലിക് റീസൺ. ഓക്കെ, ജനങ്ങളുടെ താല്പര്യത്തിന് അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരുന്നു സി എയുടെ നടപടിക്രമം. അപ്പോ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് വിചിന്തന തത്വം. സി എയുടെ നടപടിക്രമത്തിൽ പ്രധാനപ്പെട്ടതാണ് വിചിന്തന തത്വം. വിചിന്തന തത്വം എന്ന് വെച്ചാൽ ഒന്നുമില്ല, പലരും പല ചിന്താഗതിക്കാരായിരുന്നു സി എയിലെ അംഗങ്ങള്. അവര് ഒരു വിഷയം എടുത്തിടുമ്പോൾ പല ചിന്താഗതിക്കാരാണെങ്കിൽ കൂടി ഒരൊറ്റ ജനങ്ങളുടെ താല്പര്യം അനുസരിച്ച് എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി തങ്ങളുടേതായ അഭിപ്രായം മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി തീരുമാനമെടുത്തു. അതാണ് ഈ വിചിന്തന തത്വം എന്ന് പറയുന്നത്. വിചിന്തന തത്വവും സി എയുടെ നടപടിക്രമങ്ങളുടെ സവിശേഷതയായിരുന്നു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം സി എയുടെ നടപടിക്രമം കുറച്ചും കൂടി ആവേശമുള്ളതായിരുന്നു. അതായത് എത്രയും പെട്ടെന്ന് ഒരു ഭരണഘടന ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കാണ് പിന്നെ അവർ കൂടുതൽ ഊന്നൽ നൽകിയത്. അതിനുവേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട നടപടി എന്താന്ന് വെച്ചാൽ കമ്മിറ്റി രൂപീകരണമായിരുന്നു. അപ്പൊ കമ്മിറ്റി രൂപീകരിക്കുക എന്ന് പറയുമ്പോൾ
8 മേജർ കമ്മിറ്റികളാണ് രൂപീകരിച്ചത്. 22 കമ്മിറ്റികളുണ്ട്. അതിൽ 8 പ്രധാനപ്പെട്ട കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. ബാക്കി 14 മൈനർ കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. അപ്പൊ പ്രധാനപ്പെട്ട 8 കമ്മിറ്റികളിലും നേതൃത്വം പ്രധാനപ്പെട്ട വ്യക്തികൾ തന്നെയായിരുന്നു. ഇപ്പൊ നെഹ്റു, രാജേന്ദ്ര പ്രസാദ്, BR അംബേദ്കർ, സർദാർ വല്ലഭായ് പട്ടേൽ എന്നിവരായിരുന്നു. അപ്പോ കമ്മിറ്റി രൂപീകരണത്തില് 8 കമ്മിറ്റികൾ രൂപീകരിച്ചു, 8 മേജർ കമ്മിറ്റികൾ രൂപീകരിച്ചു, ബാക്കി 14 മൈനർ കമ്മിറ്റി, അങ്ങനെ മൊത്തം 22 കമ്മിറ്റികളാണ് രൂപീകരിച്ചത്. ഓക്കെ. അപ്പോ സ്വാതന്ത്ര്യത്തിന് ശേഷം CAക്ക് പൂർണ്ണ അധികാരം ലഭിക്കുന്നുണ്ട്. 2 ചുമതലകളാണ് ഉണ്ടായിരുന്നത്: ഭരണഘടന ഉണ്ടാക്കുക, രാജ്യത്ത് നിയമങ്ങൾ നടപ്പിലാക്കുക. അപ്പോ CA ആയിട്ട് സമ്മേളിക്കുമ്പോൾ അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ് ആയിരിക്കും. അതുപോലെ തന്നെ നിയമനിർമ്മാണ സഭയായിട്ട് സമ്മേളിക്കുമ്പോൾ അധ്യക്ഷൻ GV മൗലങ്കാർ ആയിരിക്കും. CAയുടെ നടപടിക്രമങ്ങൾ ഏത് തത്വങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാന്ന് ചോദിക്കുമ്പോൾ പൊതുയുക്തിയും രാഷ്ട്ര താല്പര്യവും. അതിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് വിചിന്തന തത്വമാണ്. കമ്മിറ്റി രൂപീകരണത്തിന് പ്രത്യേക ശ്രദ്ധ കൊടുത്തു. 22 കമ്മിറ്റികളാണ് രൂപീകരിച്ചത്. അതിൽ 8 കമ്മിറ്റികൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മേജർ കമ്മിറ്റികളായിരുന്നു. പിന്നെയുള്ളത് മൈനർ കമ്മിറ്റികളായിരുന്നു. 8 മേജർ കമ്മിറ്റികൾ ഏതൊക്കെയാന്ന് നോക്കാം. യൂണിയൻ പവേഴ്സ് കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, യൂണിയൻ സ്റ്റേറ്റ് കമ്മിറ്റി. ഈ 3 കമ്മിറ്റിയുടെയും നേതൃത്വം നൽകിയത് നെഹ്റു ആണ്. അപ്പൊ യൂണിയൻ വെച്ച് തുടങ്ങുന്നതൊക്കെ ആര്? നെഹ്റു എന്ന് ആലോചിച്ചാൽ മതി. യൂണിയൻ പവേഴ്സ്, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ, യൂണിയൻ സ്റ്റേറ്റ് കമ്മിറ്റി. ഈ 3 കമ്മിറ്റിയൊക്കെ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റികളായിരുന്നു. യൂണിയൻ പവേഴ്സും, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ, യൂണിയൻ സ്റ്റേറ്റ് കമ്മിറ്റി. ഇനി അതുപോലെ തന്നെ പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, അതുപോലെ അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ് ടു മൈനോറിറ്റി, ട്രൈബൽ, എക്സ്ക്ലൂഡഡ് ഏരിയ. ഇതിന്റെയൊക്കെ നേതൃത്വം വഹിച്ചിരുന്നത് പട്ടേലായിരുന്നു. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ അവിടെ നെഹ്റു ആണ്. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ സംസ്ഥാനങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഒരു നേതാവാണ് ആര്? പട്ടേൽ. അപ്പോൾ സംസ്ഥാനങ്ങളിലെ ഭരണഘടന പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ അതിന് നേതൃത്വം നൽകിയത് പട്ടേലാണ്. അതുപോലെ തന്നെ അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്, മൈനോറിറ്റി, ട്രൈബൽ, എക്സ്ക്ലൂഡഡ് ഏരിയ. ഇതിന്റെയൊക്കെ അഡ്വൈസറി കമ്മിറ്റിയുടെ നേതൃത്വം നൽകിയതും ആരെയാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഈ ഒരു കമ്മിറ്റിക്ക് സബ് കമ്മിറ്റികളുണ്ട്, അത് നമ്മൾ പിന്നീട് നോക്കും. ഓക്കെ. അപ്പോ നെഹ്റു ചുമതല വഹിച്ചിരുന്ന കമ്മിറ്റികൾ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, യൂണിയൻ പവേഴ്സ് കമ്മിറ്റി, യൂണിയൻ സ്റ്റേറ്റ് കമ്മിറ്റി. പട്ടേലിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റികളാണ് പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, അതുപോലെ തന്നെ അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്, മൈനോറിറ്റി, ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂഡഡ് ഏരിയാസ്. ഇനി വരുന്നത് രാജേന്ദ്ര പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റികളാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സ്റ്റിയറിംഗ് കമ്മിറ്റിയും അതുപോലെ തന്നെ റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി. 2 കമ്മിറ്റികളാണ്, സ്റ്റിയറിംഗ് കമ്മിറ്റി, റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി. അവസാനം വരുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 8 കമ്മിറ്റികളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, കരട് കമ്മിറ്റി. അതിന് നേതൃത്വം നൽകിയത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് 8 മേജർ കമ്മിറ്റി. അപ്പൊ 8 മേജർ കമ്മിറ്റിയുടെയും നേതൃത്വം നൽകുന്നത് 8 പ്രധാനപ്പെട്ട വ്യക്തികൾ തന്നെയാണ്. നമുക്ക് ഓർക്കാൻ വേണമെങ്കിൽ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആരാ? പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് ആരാ? ജവഹർലാൽ നെഹ്റു ഉണ്ട്. അതുപോലെ തന്നെ വൈസ് പ്രൈം മിനിസ്റ്റർ ഉണ്ട്, ഉപപ്രധാനമന്ത്രി ഉണ്ടായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ, പിന്നെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, പിന്നെ നമ്മുടെ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ആദ്യത്തെ നിയമമന്ത്രിയായിരുന്ന BR അംബേദ്കർ. അപ്പൊ ഇവര് തന്നെയാണ് പ്രധാനപ്പെട്ട കമ്മിറ്റികളിലും ലീഡ് ചെയ്തിരുന്നത്. അപ്പോ നെഹ്റുവിന് 3 കമ്മിറ്റി, യൂണിയൻ പവേഴ്സ്, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ, യൂണിയൻ സ്റ്റേറ്റ് കമ്മിറ്റി. പട്ടേലിന് 2 കമ്മിറ്റി, അഡ്വൈസറി കമ്മിറ്റി, അതുപോലെ തന്നെ പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. രാജേന്ദ്ര പ്രസാദിന് 2 കമ്മിറ്റിയാണ് ഉള്ളത്, സ്റ്റിയറിംഗ് കമ്മിറ്റി, റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി. ലാസ്റ്റ് BR അംബേദ്കർ, മോസ്റ്റ് ഇമ്പോർട്ടന്റ് കമ്മിറ്റി എന്നൊക്കെ പറയാം നമുക്ക് വേണമെങ്കിൽ, അല്ലെ? കരട് കമ്മിറ്റി അല്ലെങ്കിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ലീഡ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ നേതൃത്വം നൽകിയിരുന്നത് ആരാണ്? BR അംബേദ്കർ ആണ്. നമ്മൾ മേജർ കമ്മിറ്റി പറഞ്ഞപ്പോൾ അതിൽ പറയുന്നുണ്ട് അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൈനോറിറ്റീസ്, ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂഡഡ് ഏരിയാസ്. എക്സ്ക്ലൂഡഡ് എന്ന് വെച്ചാൽ ഒഴിവാക്കുക, ഏരിയാസ് പറയുന്നുണ്ട്. അപ്പൊ അതിനൊരു സബ് കമ്മിറ്റീസ് വരുന്നുണ്ട്, 5 സബ് കമ്മിറ്റീസ് ഉണ്ട്. അതിലെ സബ് കമ്മിറ്റീസ് ചോദിക്കാറുണ്ട് PSC. സബ് കമ്മിറ്റി ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്, സബ് കമ്മിറ്റി ഓഫ് ഫണ്ടമെന്റൽ റൈറ്റിന് നേതൃത്വം നൽകിയത് JB കൃപലാനിയാണ്. അപ്പൊ അഡ്വൈസറി കമ്മിറ്റി എന്ന് പറയുമ്പോഴാണ് അതിന്റെ ഹെഡ് വരുന്നത് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. ഇതിന്റെയൊക്കെ സബ് കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയെന്ന് വേറെ ആൾക്കാരാണ്. അപ്പോൾ സബ് കമ്മിറ്റി ഓഫ് ഫണ്ടമെന്റൽ റൈറ്റിന് നേതൃത്വം നൽകിയത് JB കൃപലാനി. അതുപോലെ തന്നെ സബ് കമ്മിറ്റി ഓഫ് മൈനോറിറ്റീസ്,
ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സബ് കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയത് ആരാ? HC മുഖർജി. അപ്പോ ഇത് രണ്ട് PSC ചോദിച്ചിട്ടുണ്ട്. സബ് കമ്മിറ്റി ഓഫ് ഫണ്ടമെന്റൽ റൈറ്റും അതുപോലെ തന്നെ സബ് കമ്മിറ്റി ഓഫ് മൈനോറിറ്റീസും. സബ് കമ്മിറ്റി ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ് JB കൃപലാനി, സബ് കമ്മിറ്റി ഓഫ് മൈനോറിറ്റീസ് HC മുഖർജി. ബാക്കി 3 കമ്മിറ്റികൾ അദ്ദേഹം ചോദിച്ചിട്ടില്ല, പക്ഷെ ചിലപ്പോ ഇനി ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത കമ്മിറ്റി എന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ ട്രൈബൽ ഏരിയാസ്, അസം എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയാസ്. അസം എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയാസ് എന്നുണ്ട്. അപ്പൊ ആ ഒരു ഭാഗത്തെ ട്രൈബൽസിന്റെ കാര്യങ്ങൾ അതിന് നേതൃത്വം നൽകിയത് ഗോപിനാഥ് ബർദോളിയാണ്. ഓക്കെ, നമ്മളിവിടെ പറയുന്നുണ്ട് ട്രൈബൽസ്, പിന്നെ എക്സ്ക്ലൂഡഡ് ഏരിയാസും പറയുന്നുണ്ട്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ ട്രൈബൽ ഏരിയാസ്, അസം എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയാസിന്റെ നേതൃത്വം നൽകിയത് ഗോപിനാഥ് ബർദോളിയാണ്. അതുപോലെ തന്നെ എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയ അതർ ദാൻ അസം അങ്ങനെ പറയണത് AV താക്കറാണ്. എക്സ്ക്ലൂഡഡ് ഏരിയ, എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയ അതർ ദാൻ അസം എന്ന് പറയുമ്പോൾ AV താക്കറാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കാറൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ നോക്കി വെക്കുക. എക്സ്ക്ലൂഡഡ് ഏരിയ അസം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോപിനാഥ് ബർദോളി, അതർ ദാൻ അസം എക്സ്ക്ലൂഡഡ് ഏരിയയുടെ ചോദിക്കുകയാണെങ്കിൽ AV താക്കർ. നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ ട്രൈബൽ ഏരിയാസ് അതിന് അധ്യക്ഷനില്ല, അതൊരു തർക്ക വിഷയമാണ്. ബലോചിസ്ഥാൻ ആ സ്ഥലം പാകിസ്ഥാന്റെ ഭാഗമായിട്ട് വരുന്ന കാരണം അതിന് അധ്യക്ഷനില്ല, അത് തർക്ക വിഷയമായിട്ട് അങ്ങനെ മാറിയേക്കാണ്. അപ്പൊ 4 എണ്ണം ജസ്റ്റ് പഠിച്ചു വെക്കുക. സബ് കമ്മിറ്റി ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ് JB കൃപലാനി, സബ് കമ്മിറ്റി ഓഫ് മൈനോറിറ്റീസ് HC മുഖർജി, പിന്നെ നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ ട്രൈബൽ ഏരിയാസ്, എക്സ്ക്ലൂഡഡ് അസം പറയുകയാണെങ്കിൽ ഗോപിനാഥ് ബർദോളി, അതർ ദാൻ അസം AV താക്കർ. ഇത്രയും നോക്കുക. നമുക്കിനി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നോക്കാം. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ്. അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? PR അംബേദ്കർ ആണ്. ഈ കരട് കമ്മിറ്റി ഫോം ചെയ്തത് എന്നാന്ന് ചോദിക്കാറുണ്ട്. 1947 ഓഗസ്റ്റ് 29. ഡേറ്റ് പഠിക്കാൻ ചിലർക്കൊക്കെ ഭയങ്കര വിഷമമായിരിക്കും. ഇത് ചോദിക്കാറുള്ളതാണ് PSC. അപ്പൊ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ വിചാരിച്ചാൽ മതി. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ കരട് കമ്മിറ്റി രൂപം കൊണ്ടു. അപ്പൊ വർഷവും പഠിക്കേണ്ട, ഡേറ്റും പഠിക്കേണ്ട. സ്വാതന്ത്ര്യം കിട്ടിയ ഡേറ്റ് നമുക്കറിയാം 1947 ഓഗസ്റ്റ് 15. 2 ആഴ്ച എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ ഒരു 14 കൂട്ടിയാൽ മതി. അപ്പൊ 15ന്റെ കൂടെ 14 കിട്ടുമ്പോൾ 29. 1947 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപം കൊണ്ടത്. ഇനി PSC ചോദിക്കാനുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാതിരുന്നത് ആര് എന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംബേദ്കർ അടക്കം 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. BR അംബേദ്കർ ആണ് അധ്യക്ഷൻ, അദ്ദേഹം പിന്നെ 6 അംഗങ്ങൾ. അപ്പോ മൊത്തം അംഗങ്ങളുടെ എണ്ണം ചോദിക്കുമ്പോൾ 7 ആണ്. അംബേദ്കർ അടക്കം 7 അംഗങ്ങൾ. ഓക്കെ, അപ്പൊ നമുക്ക് അംഗങ്ങളുടെ പേരൊക്കെ പഠിക്കാം. ആദ്യം KM മുൻഷി, അതുപോലെ തന്നെ മുഹമ്മദ് സാദുള്ള. അപ്പൊ രണ്ടുപേരും മൂ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മുൻഷി ഉണ്ട്, മുഹമ്മദ് സാദുള്ള ഉണ്ട്. അപ്പൊ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 2 ഉണ്ട് എന്ന് ആലോചിക്കുക. മുൻഷി ഉണ്ട്, മുഹമ്മദ് സാദുള്ള ഉണ്ട്. പിന്നെ വരുന്നത് അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ. ഒന്ന് ഇങ്ങനെ വിചാരിക്കുക, ഒരു അയ്യറും ഉണ്ട്, ഒരു അയ്യങ്കാറും ഉണ്ട്. അല്ലെങ്കിൽ കൃഷ്ണനും ഗോപാലനും രണ്ടും ഒരാൾ തന്നെയാണ്, കൃഷ്ണൻ ഗോപാലൻ. അപ്പൊ കൃഷ്ണസ്വാമി ഉണ്ട്, ഗോപാലസ്വാമി ഉണ്ട്, അല്ലെങ്കിൽ അയ്യറുണ്ട്, അയ്യങ്കാറുണ്ട്. ഓക്കെ, അപ്പോ 4 പേരെ കിട്ടി, നമുക്ക് 5 പേരെ കിട്ടി. അംബേദ്കർ ഉണ്ട്, മുൻഷി ഉണ്ട്, മുഹമ്മദ് സാദുള്ള ഉണ്ട്, കൃഷ്ണസ്വാമി അയ്യറുണ്ട്, N ഗോപാലസ്വാമി അയ്യങ്കാർ ഉണ്ട്. പിന്നെ വരുന്നത് ഗെയ്ത്താൻ, പിന്നെ മിത്തല്. DP ഗെയ്ത്താനുണ്ട്, BL മിത്തലുണ്ട്. DP ഗെയ്ത്താൻ, BL മിത്തൽ. നമ്മൾ കൃഷ്ണൻ, അതുപോലെ ഗോപാലൻ, അതൊക്കെ ദൈവമാണ്. മുഹമ്മദ് മുസ്ലിം മതപ്രകാരമുള്ള ഒരു പേരാണ് മുഹമ്മദ്. അപ്പൊ അതല്ലാണ്ട് പിന്നെ വരുന്ന ഗെയ്ത്താൻ എന്ന് പറയുമ്പോൾ ചെകുത്താൻ എന്ന് ആലോചിക്കാം, ചെകുത്താൻ. പിന്നെ മിത്തല്, ഈ ചെകുത്താനൊക്കെ മിത്താന്ന് ആലോചിക്കാം. മിത്ത് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സങ്കല്പം, അങ്ങനെ ആലോചിക്കാം. അപ്പോ നമ്മൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അംഗങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ അംബേദ്കർ ഉണ്ട്, മുൻഷി ഉണ്ട്, മുഹമ്മദ് സാദുള്ള ഉണ്ട്, അല്ലാടി കൃഷ്ണ സ്വാമി അയ്യർ ഉണ്ട്, N ഗോപാലസ്വാമി അയ്യങ്കാർ ഉണ്ട്. പിന്നെ പറഞ്ഞത് എന്താ, ഒരു ഗെയ്ത്താനുണ്ട്, അത് മിത്താണ്, മിത്തലുണ്ട്. ഓക്കെ, ഗെയ്ത്താൻ മരിച്ചതിനെ തുടർന്ന് ആൾക്ക് പകരം വന്ന ആളാണ് TT കൃഷ്ണമാചാരി. ഗെയ്ത്താൻ TT അടിക്കാറില്ലാന്ന് ആലോചിച്ചാൽ മതി. ഗെയ്ത്താന്റെ മരണശേഷം വന്ന ആളാണ് TT കൃഷ്ണമാചാരി. BL മിത്തൽ രാജിവെച്ചതിനെ തുടർന്നാണ് N മാധവറാവു അധികാരത്തിൽ വന്നത്. അപ്പൊ മിത്തലിന് പകരം വന്നത് മാധവറാവു. രണ്ടും മാ വെച്ചിട്ടാണ്,
അല്ലെ. മിത്തലിന് പകരം വന്നത് മാധവറാവു, ഗെയ്ത്താന് പകരം വന്നത് കൃഷ്ണമാചാരി. അപ്പോൾ ഇത്രയും അംഗങ്ങളുടെ കാര്യം പഠിച്ചു വെക്കുക. ചിലപ്പോൾ ചോദിക്കും ആരുടെ മരണശേഷമാണ് ടി കൃഷ്ണമാചാരി വന്നതെന്ന് ചോദിക്കുമ്പോൾ DP ഗെയ്ത്താൻ. ആര് രാജിവെച്ചതിനെ തുടർന്നാണ് മാധവറാവു വന്നതെന്ന് ചോദിക്കുമ്പോൾ മിത്തല്. അപ്പോൾ 7 അംഗങ്ങളുണ്ട്. അംബേദ്കർ, മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, DP ഗെയ്ത്താൻ, BL മിത്തൽ. ഗെയ്ത്താന് പകരം ടി കൃഷ്ണമാചാരി, മിത്തലിന് പകരം മാധവറാവു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എത്ര ദിവസം എടുത്തു എന്ന് ചോദിക്കുമ്പോൾ 141 ദിവസം എടുത്തിട്ടാണ് ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത്. ഉള്ളടക്കം തന്നെ തയ്യാറാക്കാൻ 114 ദിവസം എടുത്തു. മൊത്തം 141 ദിവസം എടുത്തിട്ടാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അതിന്റെ പണി പൂർത്തീകരിച്ചത്. തയ്യാറാക്കിയതിനു ശേഷം പൊതുജനാഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്, പ്രമുഖ പത്രങ്ങളിൽ. അത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ 1948 ഫെബ്രുവരി 28-നാണ്. 1948 ഫെബ്രുവരി 28-ന് ഡ്രാഫ്റ്റിന്റെ ഒരു രൂപം പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. 1948 നവംബർ 4-ലാണ് CAയില് ഡ്രാഫ്റ്റ് അവതരിപ്പിക്കുന്നത്. അപ്പൊ ഈ കരട് രൂപം, ഭരണഘടനയുടെ കരട് രൂപം അവതരിപ്പിക്കുന്നത് എന്നാന്ന് ചോദിക്കുകയാണെങ്കിൽ 1948 നവംബർ 4-ലാണ്. CA അത് അംഗീകരിക്കുന്നത് എന്താന്ന് ചോദിക്കുമ്പോൾ 1949 നവംബർ 26-നാണ്. ഓക്കെ, അപ്പൊ ഈ 3 ഡേറ്റും ഇമ്പോർട്ടന്റ് ആണ്. 1948 ഫെബ്രുവരി 28-ന് പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചു. 1948 നവംബർ 4-ന് ഡ്രാഫ്റ്റ് CAയിൽ അവതരിപ്പിച്ചു. 1949 നവംബർ 26-ന് CA അത് അംഗീകരിച്ചു. അപ്പോൾ 48-ല് CAയിൽ അവതരിപ്പിക്കുന്നുണ്ട്, 48 എന്ന വർഷത്തില്. പക്ഷെ CA അംഗീകരിക്കുന്നത് 1949-ലാണ്. ഓക്കെ, നവംബർ 26 എന്നുള്ള ദിവസം ദേശീയ നിയമദിനമായിട്ട് ആചരിക്കുന്നു. 2015 തൊട്ട് അതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ടും ആചരിക്കുന്നുണ്ട്, ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. സംവിധാൻ ദിവസ് എന്നറിയപ്പെടുന്നതും നവംബർ 26-ആണ്. അപ്പൊ ഈ ഒരു നവംബർ 26-ന് 1949 നവംബർ 26-ന് കുറച്ച് നിയമങ്ങളൊക്കെ നിലവിൽ വന്നിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 5, 6, 7, 8, 9, 60, 324, 366, 367, 379, 350, 389, 391, 392, 393 അങ്ങനെയുള്ള ആർട്ടിക്കിളൊക്കെ നിലവിൽ വന്നത് 1949 നവംബർ 26-ആണ്. ചുരുക്കി പറയുകയാണെങ്കിൽ പൗരത്വം, തെരഞ്ഞെടുപ്പ്, ഇടക്കാല പാർലമെന്റ്, താൽക്കാലിക പ്രൊവിഷനുകൾ, അപ്പൊ ഇതൊക്കെ നിലവിൽ വന്നത് 1949 നവംബർ 26-ആണ്. ബാക്കിയുള്ളത് 1950 ജനുവരി 26-നാണ് നിലവിൽ വന്നത്. നമുക്കറിയാം അന്നാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയതും നമ്മുടെ ഭരണഘടന നിലവിൽ വന്നതും. അപ്പൊ ഭരണഘടനയെ CA അംഗീകരിച്ച ദിനമാണ് ഇത് 1949 നവംബർ 26. പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചത് 1948 ഫെബ്രുവരി 28-നാണ്. CL കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഡ്രാഫ്റ്റ് അവതരിപ്പിച്ചത് എന്നാന്ന് ചോദിക്കുകയാണെങ്കിൽ 1948 നവംബർ 4-നാണ്. CAയുടെ അംഗീകാരം കിട്ടിയത് 1949 നവംബർ 26-ന്. നവംബർ 26 ദേശീയ നിയമദിനം, കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ, സംവിധാൻ ദിവസ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നു. അന്നേ ദിവസം നിലവിൽ വന്ന നിയമാവലികൾ എന്ന് പറയുന്നത് പൗരത്വം, തെരഞ്ഞെടുപ്പ്, ഇടക്കാല പാർലമെന്റ്, താൽക്കാലിക പ്രൊവിഷനുകളുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് നിലവിൽ വന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് ഇത്രയാണ്. ഇനി നമുക്ക് ഇനിയും പഠിക്കാനുണ്ട്. മറ്റു കമ്മിറ്റികളുടെ നേതാക്കള്, അതുപോലെ തന്നെ മലയാളികള്, വനിതകള്, അവരുടെ പേരൊക്കെ നോക്കണം. അത് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ എടുക്കുന്ന ഭാഗം മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് രേഖപ്പെടുത്തുക. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കാം. താങ്ക് യു.